നമസ്കാരം. സംസ്ഥാന സർക്കാർ പമ്പയിൽ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തുകയുണ്ടായി. അതിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ 8 കോടി രൂപ മുടക്കിയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. ആ പരിപാടി നടന്നപ്പോൾ ആദ്യമേ തന്നെ ഹൈക്കോടതി പറഞ്ഞതാണ് ദേവസ്വം ബോർഡിന്റെ ഫണ്ടിൽ നിന്നും 1 രൂപ പോലും എടുക്കരുതെന്ന്. സ്പോൺസർഷിപ്പിലൂടെ മാത്രമേ ഈ പരിപാടി നടത്താവൂ എന്ന് പറഞ്ഞു. അങ്ങനെ സർക്കാർ പറഞ്ഞു ഇപ്പോൾ സ്പോൺസർഷിപ്പ് ഒക്കെ കിട്ടാൻ പാടാണ്, നമ്മൾ ദേവസ്വം ബോർഡിന്റെ ഫണ്ടിൽ നിന്നൊക്കെ എടുക്കാം, ബാക്കി കിട്ടുന്ന മുറയ്ക്ക് ആ തുക 3.4 കോടി രൂപ ഇനി ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ ദേവസ്വം ബോർഡിൽ സ്വന്തം കയ്യിൽ നിന്ന് മടക്കേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോ അങ്ങനെ കൊടുക്കാന്ന് പറഞ്ഞു. ഇതിൽ സർക്കാർ കൊടുത്ത കോൺട്രാക്ട് ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് കൊടുത്തത്. പക്ഷേ ഇപ്പോ ഹൈക്കോടതിയിൽ സ്പെഷ്യൽ കമ്മീഷണർ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് ഈ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ഒരു തരത്തിലുമുള്ള കരാറോ ഒന്നുമില്ല, ബിൽസിലൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. ഏതൊക്കെയോ രീതിയിൽ കൂടെ തന്നിഷ്ടപ്രകാരം കേരള സർക്കാർ ആഗോള അയ്യപ്പ സംഘം നടത്തി കുറെ പൈസകൾ ആരുടെയൊക്കെ പോക്കറ്റിൽ പോയിട്ടുണ്ടെന്ന് പറയുന്നു. ആഗോള അയ്യപ്പ സംഗമം നടന്നു, വലിയൊരു അഴിമതി നടന്നിട്ടുണ്ടെന്ന് സ്പെഷ്യൽ കമ്മീഷണർ ഒറ്റ വാക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. മറ്റ് ശബരിമല സ്വർണ്ണക്കൊള്ളാൻ അതിനോടനുബന്ധമായിട്ട് മറ്റൊരു ദേവസ്വം ബോർഡിന്റെ അഴിമതി, അതായത് പി.എസ്. പ്രശാന്ത് പ്രസിഡന്റായ മുൻ ദേവസ്വം ബോർഡ് നടത്തിയ ആഗോള അയ്യപ്പ സംഗമം ഇടത് സർക്കാരിനെയും പിണറായി വിജയനെയും പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശനെയും അടക്കമുള്ള മത നേതാക്കന്മാരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് NSSന്റെ സുമാരനടക്കം വന്നിരുന്നില്ല. പക്ഷെ ഇവരെയൊക്കെ പ്രീണിപ്പിക്കാൻ വേണ്ടി നടത്തിയൊരു വെള്ളാപ്പള്ളി മുഖ്യമന്ത്രി കാറിൽ ആനയിച്ച് അവിടെ കൊണ്ടിറക്കിയ ആഗോള അയ്യപ്പ സംഗമം. ഈ അയ്യപ്പ സംഗമത്തിന് വേണ്ടി 1 രൂപ പോലും സംസ്ഥാന സർക്കാരിൽ നിന്ന് ദേവസ്വം ബോർഡിന്റെ ഫണ്ടിൽ നിന്ന് എടുക്കരുത് എന്ന് ഹൈക്കോടതി കർശന നിർദ്ദേശം സംഘാടകർക്ക് നൽകിയിരുന്നു. സംഘാടകർ നമ്മുടെ ദേവസ്വം ബോർഡാണ്, ദേവസ്വം വകുപ്പാണ്, ക്ഷമിക്കണം, വി.എൻ. വാസവൻ മന്ത്രിയായ ദേവസ്വം വകുപ്പ്, വി.കെ. പ്രശാന്ത് അതെ പ്രസിഡന്റ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പി.എസ്. പ്രശാന്തും വി.എൻ. വാസവനും ഒക്കെ ചേർന്നിട്ട് ചെയ്ത സംഭവം എന്തെന്ന് വെച്ചാൽ 8 കോടി രൂപ ചിലവ് വരും. സ്പോൺസർഷിപ്പ് എത്രയെന്ന് തിട്ടപ്പെടുത്താനായിട്ട് ദേവസ്വം ബോർഡിന്റെ തനത് ഫണ്ടിൽ നിന്ന് 3.4 കോടി രൂപ അവർ കടമെടുത്തു. ആഗോള അയ്യപ്പ സംഗമം നടത്തി. അതൊരു വൻ പരാജയമായി മാറി. അയ്യപ്പന്മാരെവിടെ നിൽക്കുന്നു? അയ്യപ്പ സംഘം ഇത് അയ്യപ്പന് വേണ്ടി നടത്തിയതാണോ, അയ്യപ്പ ഭക്തർക്ക് വേണ്ടി നടത്തിയതാണോ, അതോ CPM-കാർക്ക് ഇലക്ഷൻ ക്യാമ്പയിന് നടത്തിയാണോ എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം. ഇപ്പോഴത്തെ അല്ല, നേരത്തെ ഒരു ചോദ്യമാണ്. ഇപ്പോൾ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന ആ ദേവസ്വം ബോർഡിന്റെ ആ റിപ്പോർട്ട് പ്രകാരം ഇതുമായി ബന്ധപ്പെട്ട പി.എസ്. പ്രശാന്ത് പ്രസിഡന്റായിരുന്ന വേളയിലുണ്ടായിരുന്ന ഒരു മിനിറ്റ്സിലും ഈ ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ഇതിന്റെ സ്റ്റേജ് അടക്കം നിർമ്മിക്കാൻ കൊടുത്ത ഒരു കരാറിന്റെ ഒരു രേഖകളുമില്ല. എത്ര രൂപ സ്പോൺസർഷിപ്പ് വഴി പിരിക്കും? അതാണ് സർക്കാർ ഉറപ്പ് നൽകിയത്. ദേവസ്വം ബോർഡും ഞങ്ങൾ സംഗമം നടത്തുന്നത് സ്പോൺസർഷിപ്പ് വഴി പണം പിരിച്ചിട്ടാണ്. ഒരു സ്പോൺസർഷിപ്പിന്റെ രേഖകളും അവിടെയില്ല. എത്ര തുക പിരിഞ്ഞു കിട്ടി എന്ന് പറയാൻ പോലും വയ്യാത്തൊരു ഗതികേടിലാണ് ഇപ്പോൾ ദേവസ്വം വകുപ്പും ദേവസ്വം ബോർഡും. അപ്പോൾ ഹൈക്കോടതി വീണ്ടും അത് അടുത്ത വടിയെടുക്കുകയാണ്. എന്തിന് ഹൈക്കോടതി നിർദ്ദേശിച്ചതിന് വിരുദ്ധമായിട്ട് ദേവസ്വം ബോർഡിൽ നിന്ന് 3.4 കോടി രൂപ നിങ്ങൾ വാങ്ങി, അപ്പോൾ ഈ പണം തിരിച്ചടച്ചിട്ടില്ല, ഈ പണം തിരിച്ച് ദേവസ്വം ബോർഡ് നൽകിയിട്ടില്ല. അപ്പോൾ ദേവസ്വം ബോർഡിൽ നിന്ന് കൃത്യമായ പണാപഹരണമാണ് മന്ത്രി വി.എൻ. വാസവനും മുൻ പ്രസിഡന്റ് പി.എസ്. പ്രശാന്തും ചേർന്ന് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇരുവർക്കുമെതിരെ ഹൈക്കോടതി ഇത് കർശനമായ നടപടി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. കാരണം സ്വർണ്ണക്കൊള്ള കേസിൽ, കൊടിമര കേസിൽ ഒക്കെ കൊടിമര കേസിൽ സർക്കാർ പ്രത്യേക വിജിലൻസ് സംഘത്തെ രൂപീകരിച്ച് അതിൽ കഴിഞ്ഞ കോൺഗ്രസ് ബോർഡിന്റെ ഭരണകാലത്തെ അവരുടെ അജയ് അടക്കമുള്ളവരുടെ ഇടപെടലിനെ കുറിച്ച് വിജിലൻസ് അന്വേഷണം തുടങ്ങി. SIT ആകട്ടെ ഇത് സംബന്ധിച്ച എല്ലാ രേഖകളും കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ SITയുടെ മൊഴികളിൽ SITയുടെ രേഖകൾ കോടതിയിൽ സമർപ്പിക്കുന്നതിൽ പരാമർശിക്കുന്നതിൽ ഈ അയ്യപ്പ സംഗമവും പെടും. അപ്പോൾ അയ്യപ്പ സംഗമത്തിലും വന്ന പണം എവിടുന്ന്, എന്തിന് ദേവസ്വം ബോർഡിന്റെ 3.4 കോടി രൂപ നിങ്ങൾ അവിടെ നിന്ന് വകമാറ്റി അയ്യപ്പ സംഗമത്തിന് ചെലവഴിച്ചു? അത്രയും തുക ചെലവഴിച്ച് നിങ്ങൾ എന്താണ് ചെയ്തത്? പമ്പയിൽ ഒരു വലിയൊരു പന്തല് കെട്ടി അവിടെ ഇത്തരം ഒരു പരിപാടി കൊണ്ടു, അതായത് വെള്ളാപ്പള്ളി നടേശ അടക്കമുള്ളവർക്ക് സർക്കാർ ദേവസ്വം ബോർഡ് വരുന്നതിനുള്ള അലവൻസും പ്രതിഫലം ഒക്കെ നൽകിയാണ് നിങ്ങൾ ഈ നേതാക്കന്മാരെ കൊണ്ടുവന്നത്. ഇതൊക്കെ ഇനി ദേവസ്വം ടെക്നോളജിയിലെ പന്തലാണ് പമ്പയിൽ ഒരുങ്ങിയത്. പമ്പയിൽ ജപ്പാൻ ടെക്നോളജി, മഴയുമില്ല, അവിടെ വെയിലുമില്ല, ഒന്നുമില്ല. പമ്പ വളരെ ശാന്തമായ ഒരു അവസ്ഥയിലാണ്. അവിടെ ഊരാളുങ്കലിന്റെ ജപ്പാൻ ടെക്നോളജി അപ്പോൾ ഊരാളുങ്കലിന് ഒരു വർക്ക് കിട്ടണം. ഊരാളുങ്കലിന് ജപ്പാൻ ടെക്നോളജി ഇവിടെ പത്തനംതിട്ടയിൽ പരീക്ഷിച്ച് അവർക്ക് അതിന്റെ ചിത്രമൊക്കെ എടുത്ത് പുറത്ത് പരസ്യം ചെയ്യണം. ഇതാണ് ലക്ഷ്യം. ഈ സർക്കാർ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹത്തരം എന്ന് പറയുന്നത് പേര് അയ്യപ്പ സംഘം.
അതിൽ വന്നതെല്ലാം അയ്യപ്പനെ നിരന്തരം ചീത്ത വിളിക്കുകയും ശബരിമല വിശ്വാസികളടക്കം തെരുവറയും ഒക്കെ ചെയ്യുന്ന BJP അടക്കം തെരുവറയുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്ന ഒരു സാമുദായിക നേതാവ്, പിന്നെ മറ്റു നേതാക്കന്മാർ, ഇവരെ കൊണ്ടിരുത്തി അയ്യപ്പ സംഗമം നടത്തിയിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും നേതാക്കളും എന്ത് നേടി എന്നുള്ളത് ഹൈക്കോടതി ചോദിക്കും. ജനം ചോദിച്ച് പ്രതിപക്ഷം ചോദിച്ച് ഉത്തരം കൊടുത്തില്ല. ഇനി ഇത് ഹൈക്കോടതി ചോദിക്കാൻ പോകുകയാണ്. അതേപോലെ ഈ കഴിഞ്ഞ PS പ്രശാന്തിന്റെ കാലത്തെ ആ ദേവസ്വം ബോർഡിന്റെ ഓരോരോ നീക്കങ്ങളും ഇതാ മറന്നീക്കി പുറത്തു വരുന്നു. ഈ അയ്യപ്പ സംഗമം ഏറ്റവും ഒടുവിലെത്തത് എന്തിന് നിങ്ങൾ അയ്യപ്പ സംഗമം നടത്തിയെന്ന് അവർ ഹൈക്കോടതിക്ക് മുന്നിൽ